എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് റാഗിയുടെ അട ഉണ്ടാക്കിയാലോ. റാഗി അട പുല്ലട എന്നൊക്കെ പറയും. അപ്പോൾ അംഗനവാടിയിൽ നിന്ന് കിട്ടിയതാണ് റാഗിപ്പൊടി, ശർക്കരയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ശർക്കര അല്ല ഇത്, ഞാൻ പൊടി ശർക്കര വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് റാഗിപ്പൊടി, ശർക്കര, തേങ്ങ, ഇത്രയും 3 സാധനങ്ങൾ പ്രിപ്പറേഷന് വേണ്ടോ. പിന്നെ ആവിയിൽ വേവിക്കാനുള്ള പാത്രം, ഇല, അത്രയും വേണം. അപ്പോൾ ഇത് റാഗി ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അട കുഴയ്ക്കണ പരുവത്തിൽ തന്നെ കുഴയ്ക്കുക ചൂടുവെള്ളത്തിൽ. പിന്നെ നമ്മുടെ തേങ്ങ ശർക്കര മിക്സ് അതിൽ വെച്ച് കൊടുക്കുക, ആവിയിൽ വെച്ച് വേവിക്കുക. എൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വേവിക്കാറ്, പക്ഷേ ഇഡ്ഡലി പാത്രം പണി മുടക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ കുട്ടി പറഞ്ഞ് നമ്മൾ ചെയ്യണതല്ലേ, അപ്പോൾ ഞാനത് കുക്കറിലോട്ട് മാറ്റി. അപ്പോൾ കുക്കറിൽ വെക്കാൻ പറ്റുന്ന പാകത്തിന് പാത്രമൊന്നുമില്ല, ആവി പുറത്തേക്കാണ് പോരുന്നത്. അപ്പോൾ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടർക്കീൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്ത സംഭവം. വെന്തൊക്കെ കിട്ടിയിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി സംഭവം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കാരണം എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള പരിപാടിയാണ് അട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ എൻ്റെ മൂത്ത മോന് അട ഇഷ്ടമുള്ളൂ. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോർണിംഗിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ അടയാണ് അവന് ഏറ്റവും ഇഷ്ടം. ചെറുതിലേ അടയുണ്ടാകും ഇഷ്ടം. പക്ഷേ അട ഞാനല്ല ഇതിൻ്റെ എന്താ പറയുക കാരണക്കാരി. കുട്ടിക്ക് അട ഇഷ്ടം ഉണ്ടാവാൻ എൻ്റെ അമ്മയാണ്. അമ്മ എപ്പോഴും അട ഉണ്ടാക്കാറുണ്ട്, അവനത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അട. പക്ഷെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ദേഷ്യമാണ്, മടിയാണ്, സത്യമാണ്. അമ്മ മോനത് ഇഷ്ടമാണെന്ന് അറിയുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ആണെങ്കിലും അട ഉണ്ടാക്കിക്കൊണ്ടിരും. അങ്ങനെ അവനെ അടക്കുട്ടൻ എന്നാണ് എൻ്റെ രണ്ടാമത്തെ ചേച്ചി അവനെ വിളിക്കുക. അടക്കുട്ടൻ എന്ന് പറയാം. അങ്ങനെ ഒരു ഓർമ്മയുണ്ട് അടയുടെ കാര്യത്തിൽ. അപ്പോൾ അവന് ഇന്ന് അട വേണം എന്നുള്ളൊരു സ്കൂൾ വിട്ട് വന്നപ്പോൾ തൊട്ട് ക്രാവ് അട എന്ന് പറഞ്ഞ് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അട ഉണ്ടാക്കി തരില്ല, ഞാൻ അമ്മമ്മോട് പറയാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാറുണ്ട്. വേറെ ദോശ വേണം, അത് വേണം ഒക്കെ ചോദിച്ചു. ഒന്നും പറ്റില്ല, അവന് അടയേ പറ്റുള്ളൂ. അവസാനം ഞാൻ അട എന്നുള്ളതിലേക്ക് മാറി. അപ്പോൾ ഞാൻ കുറച്ചൊരു ഡയറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം അരിയുടെ വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റാഗിയിലോട്ട് മാറി. അവനത് ഓക്കെയാണ്, അടയായിട്ട് കിട്ടിയാൽ മതി. ഏത് പൊടിയാണെന്നുള്ളത് അവൻ്റെ പ്രശ്നമല്ല, അടയായാൽ മതി. അപ്പോൾ അങ്ങനെ 2 ഗ്രാങ്ങളും ഞാനും അടുക്കളയിൽ കയറി. അവൻ്റെ കുഞ്ഞിക്കൈകളുണ്ടായിരുന്നു കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. മൂത്തോൻ്റെ ചെറിയവൻ്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് ആ അടുക്കള ഇനി എങ്ങനെയൊക്കെ നാനാവിധത്തിലാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവനും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് സമയം എടുക്കണ പണിയാണ്. നമ്മൾ മാവ് കുഴയ്ക്കണം, തേങ്ങ ചിരകണം, അട പരത്തണം, വേവിക്കണം, വെന്ത് കിട്ടണം. അത്രയും സമയം നമ്മൾ അടുക്കളയിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ അത്രയും നേരം എൻ്റെ 2 പിള്ളേരും, എൻ്റെ ഇടതും വലത്തും നല്ലകളനും ഇവരെമാതിരി എൻ്റെ കൂടെ നിൽക്കുന്നതായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുക്കള ഈ പരുവത്തിലായതുകൊണ്ട് ഒന്നറിയാണ്ട് ഒരുത്തൻ അവിടെ ഇരിക്കണമുണ്ട്. അങ്ങനെ അപ്പോൾ അവിടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. മോനും ഇഷ്ടമായി, അവർ 2 കഴിച്ചു കേട്ടോ. അങ്ങനെ ബായ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.